Good morning. Okay, Dana, good morning. എല്ലാവർക്കും സുഖല്ലേ? എല്ലാവരും നന്നായിരിക്കുന്നില്ലേ? Okay, Ridhimol, Dinsi, good morning. Okay, Priyanka. 2 ദിവസമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? വായിച്ചൊക്കെ നോക്കി എല്ലാവരും? ഓക്കെ, വായിച്ചു നോക്കി. ക്ലിയർ ആണോ? എടുത്ത ഭാഗങ്ങൾ അത്രയും ക്ലിയർ ആണോ? ഓക്കെ ആണ്. ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഫോർമാറ്റിനെ പറ്റിയായിരുന്നു അല്ലെ? മെഡിക്കൽ റെക്കോർഡ്സിന്റെ വിവിധ ഫോർമാറ്റുകളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? അതിൽ നമ്മൾ SOMR കണ്ടു അല്ലെ? സോഴ്സ് ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ്. അതിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാക്കി, ഡിസ്അഡ്വാൻറ്റേജസ് നമ്മൾ മനസ്സിലാക്കി. ഓക്കെ, പിന്നെ നമ്മൾ രണ്ടാമത് പറഞ്ഞത് POMR ആണ് അല്ലെ? പ്രോബ്ലം ഓറിയന്റഡ് മെഡിക്കൽ റെക്കോർഡ് അല്ലെ? ഓക്കെ, അപ്പൊ അതില് നമുക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ടായിരുന്നു അല്ലെ? POMR-നകത്ത്. അപ്പൊ POMR-ന് തന്നെ 4 ഭാഗങ്ങളുണ്ട്. പ്രോബ്ലം ബേസ്ഡ് ആണ് അല്ലെ? പ്രോബ്ലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്? മെഡിക്കൽ റെക്കോർഡിലെ വിവരങ്ങൾ നമ്മൾ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത്. ഓക്കെ, അതിന് 4 ഭാഗങ്ങളുണ്ട്. ഇതൊക്കെയായിരുന്നു. ഒന്ന് ഡാറ്റാബേസ്, പിന്നെന്തായിരുന്നു? പ്രോബ്ലം ലിസ്റ്റ്. പ്രോബ്ലംസ് ലിസ്റ്റ് ചെയ്ത പിന്നെ അടുത്ത പരിപാടി എന്താ? അത് പരിഹരിക്കാനുള്ള പ്ലാനിങ്ങുകൾ തയ്യാറാക്കുക അല്ലെ? ഇനീഷ്യൽ പ്ലാനിങ്. ലാസ്റ്റത്തെ പാർട്ട് ഏതായിരുന്നു? പ്രോഗ്രസ് നോട്ട് അല്ലെ? പ്രോഗ്രസ് നോട്ട്. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. പ്രോഗ്രസ് നോട്ടിനകത്ത് തന്നെ എന്താണ് നമുക്കറിയാം? POMR എന്ന് പറയുന്നത് ഒരു ഫോർമാറ്റ് ആണ് അല്ലെ? അതിന് 4 ഭാഗങ്ങളുണ്ട്. ഓക്കെ, അതിന് 4ാമത്തെ പാർട്ടായിരുന്നു പ്രോഗ്രസ് നോട്ട്. ഈ പ്രോഗ്രസ് നോട്ടിനകത്ത് നമ്മള് ഡാറ്റകൾ രേഖപ്പെടുത്തുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതിന് നമ്മൾ എന്താ പറയാ? സോപ്പിംഗ് എന്നാണ് പറയാ അല്ലെ? എന്താണ് പറയാ? സോപ്പിംഗ് അല്ലെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എസ് എന്താ ഉദ്ദേശിക്കുന്നത്? എസ് ഫോർ സബ്ജക്റ്റീവ് ആണ്. സ്ക്രീൻ കാണുന്നില്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? സ്ക്രീൻ കാണുന്നില്ല എല്ലാവർക്കും? ഒന്ന് പറയാമോ? ഓക്കെ ആണ്. അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞത് പ്രോഗ്രസ് നോട്ടിനകത്ത് നമ്മൾ എഴുതുന്ന ഡാറ്റ എഴുതുന്ന ആ രീതിയിൽ നമ്മൾ സോപ്പിംഗ് എന്നാണ് പറയുന്നത്. അവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. സോപ്പിങ്ങിനകത്ത് എസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? സബ്ജക്റ്റീവ് ആണ്. ഓക്കെ, സബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്റ്റോമാറ്റിക് ആണ് അല്ലെ? സിംപ്റ്റോമാറ്റിക് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ എന്തെഴുതാ? രോഗലക്ഷണങ്ങൾ അല്ലെ? രോഗലക്ഷണങ്ങള്, അതുപോലെ തന്നെ അവരുടെ കംപ്ലൈൻസുകള്, അവരുടെ കൺസേൺസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആദ്യം രേഖപ്പെടുത്തുന്നത് പ്രോഗ്രസ് നോട്ടിനകത്ത് അല്ലെ? രണ്ടാമത്തത് എന്താണ്? ഒബ്ജക്റ്റീവ് ആണ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷറബിൾ അഥവാ ഒബ്സർവബിൾ. അതായത് നമ്മൾ കാണുന്നത് ഒബ്സർവബിൾ ആയിട്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷറബിൾ ആയിട്ടുള്ളത് അല്ലെ? ഒബ്സർവബിൾ ആയിട്ട്, അതായത് നമ്മൾക്ക് കാണാൻ കഴിയുന്നതും നമുക്ക് അളക്കാൻ കഴിയുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെ? എന്ന് പറഞ്ഞാൽ എന്തൊക്കെയായിരിക്കും? രോഗിയുടെ വൈറ്റൽസ്, അതായത് ഈ പറയുന്ന ബ്ലഡ് പ്രഷർ, അതുപോലെ തന്നെ എന്താണ് ഓക്സിജൻ സാച്ചുറേഷൻ, ടെമ്പറേച്ചർ, പ്രഷർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതായത് ഫിസിക്കൽ എക്സാമിനേഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങള്, ലാബ് ടെസ്റ്റുകൾ അല്ലെ? ഇതൊക്കെ എന്താണ്? ഒബ്സർവബിൾ ആയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ മെഷറബിൾ ആയിട്ടുള്ള, നമുക്ക് അളന്ന് എടുക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്.
അതാണ് രണ്ടാമത് രേഖപ്പെടുത്തുന്നത്. 8.4 എന്താണ്? അസസ്മെന്റ് ആണ് അല്ലെ. അസസ്മെന്റ് എന്ന് വെച്ചാൽ എന്താണ്? വിലയിരുത്താണ് അല്ലെ. അതായത് ഇന്റർപ്രിട്ടേഷൻ ഓർ ഇംപ്രഷൻ ഓഫ് ദ പ്രസന്റ് കണ്ടീഷൻ അല്ലെ. നിലവിലുള്ള കണ്ടീഷനെ പറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? അസസ് ചെയ്യാണ് അല്ലെ, വിലയിരുത്താണ്. പി എന്താണ് ഉദ്ദേശിക്കുന്നത്? പ്ലാൻ ആണ്. പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ആസൂത്രണങ്ങളാണ് നമ്മൾ രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തില് the writing of progress notes in the POMR format is often referred to as soaping എന്നാണ് പറയുക കേട്ടോ. എന്താണ് പറയാ? സോപ്പിംഗ്. ക്ലിയർ ആണല്ലോ? ഇത്രയും ഭാഗങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ഓക്കെ ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് പറയാനുള്ള ഒരു ഫോർമാറ്റ് ഉള്ളൂ. അത് ഏതാണ്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. എനിക്ക് തോന്നുന്നു അതിന്റെ 2 പോയിന്റ് നമ്മൾ പറഞ്ഞു നോക്കുന്നത് അല്ലെ. ഓക്കെ, എന്താണ് അതിന്റെ പ്രത്യേകത? ഓൾ ഫോംസ് ആർ കമ്പൈൻഡ് ഇൻ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ അല്ലെ. അതായത് ഇവിടെ എല്ലാ ഫോമുകളും ഇന്റഗ്രേറ്റ് ചെയ്യാൻ തന്നെ പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? സമന്വയിപ്പിക്കുകയാണ് അല്ലെ. അവിടെ നമ്മൾ ഒരിക്കലും ഒരു സോഴ്സിനെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടോ അല്ല നമ്മൾ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത്. നമ്മൾ രോഗിയിൽ ചെയ്യുന്ന എല്ലാ ഡാറ്റകളും നമ്മൾ എന്ത് ചെയ്യാണ്? കൃത്യമായിട്ടുള്ള ക്രോണോളജിക്കൽ ഓർഡറിൽ, അതായത് കൃത്യമായിട്ടുള്ള ഡേറ്റ് അനുസരിച്ച്, കാലക്രമത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്? കിട്ടുന്ന വിവരങ്ങളെ നമ്മൾ ശേഖരിച്ചു വെക്കുകയാണ്. ആ ഒരു രീതിയാണ് എന്ത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ് എന്ന് പറയുന്നത്. അതാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. All forms are compared in strict chronological order. Chronological എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, വിത്ത് ഡേറ്റ് ആണ്. ഡേറ്റ് അനുസരിച്ചുകൊണ്ട് എന്ത് ചെയ്ത് വെക്കാൻ എല്ലാ ഫോമുകളും കളക്ട് ചെയ്ത് വെക്കും. ഓക്കെ, ഇനി എന്താണ്? ഓൺ ദ നഴ്സിംഗ് സ്റ്റേഷൻ the most recent entries will be at the beginning of the record. അതൊക്കെ നോക്കി ശ്രദ്ധിക്കുക കേട്ടോ. On the discharge, it will be reorganized so that the complete medical record reads from admission to discharge. എന്താണ് അവിടെ പറയുന്നത്? അതായത് നമ്മള് ഈ ഒരു ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡിനകത്ത് നമ്മൾ പറഞ്ഞു ഡേറ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്ത് വെക്കുന്നത്? വിവരങ്ങൾ നമ്മൾ ശേഖരിച്ച് വെക്കുന്നത്. അപ്പൊ എപ്പോഴും ഏത് രീതിയിലായിരിക്കും അവർ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടാവുക? മോസ്റ്റ് കറന്റ് എൻട്രീസ് വിൽ ബി അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ എവിടെയായിരിക്കും? ആ റെക്കോർഡിന്റെ ബിഗിനിങ്ങിലായിരിക്കും അല്ലെ, ഏറ്റവും മുകളിലായിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അങ്ങനെയാണല്ലോ. ഓക്കെ, അതേസമയം അങ്ങനെ ഓർക്കുക, ആ രീതിയിലാണ് അവിടെ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറയുന്നത്? ഓൺ ദ ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് വിൽ ബി റീഓർഗനൈസ്ഡ്. അതൊന്നും കൂടെ നമ്മൾ എന്ത് ചെയ്ത് വെക്കും? റീഓർഗനൈസ് ചെയ്ത് സൂക്ഷിക്കുമെന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? സോ ദാറ്റ് ദ കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് റീഡ്സ് ഫ്രം അഡ്മിഷൻ ടു ഡിസ്ചാർജ്. കംപ്ലീറ്റ് മെഡിക്കൽ റെക്കോർഡ് നമുക്ക് അഡ്മിഷൻ ടു ഡിസ്ചാർജ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കൃത്യമായിട്ട് നമുക്കതിനെ വായിച്ചെടുക്കാനായിട്ട് സാധിക്കും. എനിക്കൊരു എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതായത് ഒരു രോഗി, ആ രോഗി തിങ്കളാഴ്ച അഡ്മിറ്റ് ആയ ഒരു രോഗിയാണെന്ന് ഇരിക്കട്ടെ. എക്സാമ്പിളിന് വേണ്ടി പറയാണ് കേട്ടോ. തിങ്കളാഴ്ച അഡ്മിറ്റ് ആവുന്ന ഒരു രോഗിയാണ്. അയാള് വെള്ളിയാഴ്ച ഡിസ്ചാർജ് ആയെന്ന് വിചാരിക്കാം. അപ്പൊ ആ ഒരു 5 ദിവസം അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരു ആളാണ് കേട്ടോ. തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, വെള്ളിയാഴ്ച ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് പോയി. ഓക്കെ, അപ്പൊ തിങ്കളാഴ്ച കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ചിലപ്പോ ഒരു മെഡിക്കൽ ഹിസ്റ്ററി എടുത്തിട്ടുണ്ടായിരിക്കാം അല്ലെ. അപ്പൊ അത് തിങ്കളാഴ്ചത്തെ ഡേറ്റിൽ, ആ ഡേറ്റിൽ അത് രേഖപ്പെടുത്തി വെക്കും ആണല്ലോ. ഓക്കെ, പിന്നെ ചൊവ്വാഴ്ച നടന്നിട്ടുള്ള കാര്യങ്ങള്, ചിലപ്പോൾ ലാബ് ടെസ്റ്റുകൾ നടന്നിട്ടുണ്ടോ, അത് ആ ഡേറ്റ് അനുസരിച്ച് അതിനകത്ത് എൻട്രി ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ബുധൻ, വ്യാഴം, വെള്ളി, അങ്ങനെ വെള്ളി വരെയുള്ള അതത് ദിവസങ്ങളിൽ ആ രോഗിയിൽ ചെയ്ത എല്ലാ പരിചരണങ്ങളും കൃത്യമായിട്ട് അതിനകത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ പറഞ്ഞു മോസ്റ്റ് കറന്റ് എൻട്രീസ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ റെക്കോർഡ് എന്ന് പറഞ്ഞു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ആ റെക്കോർഡിന്റെ എവിടെയായിരിക്കും? മുകളിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ ഏത് ദിവസത്തെ ആയിരിക്കും? നിങ്ങൾ പറയൂ, ഏത് ദിവസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ഏത് ദിവസത്തിലായിരിക്കും? ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു, വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്തു പോയ ആളാണ്. അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രി ഏത് ദിവസത്തിലെ ആയിരിക്കും? ആർക്കും അറിയില്ല പറയാനായിട്ട്. ക്ലാസ്സിലേക്ക് ആരും ആവണിക്ക് പറയാൻ പറ്റുമോ? ആവണി ഒന്ന് പറഞ്ഞേ. തിങ്കളാഴ്ച അഡ്മിറ്റ് ആയി. ഓക്കെ, കറക്റ്റ് ആണ്. ഫ്രൈഡേ, അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, കറക്റ്റ് ആണ്. ഫ്രൈഡേയിലത്തെ വിവരങ്ങളായിരിക്കില്ലേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിവരങ്ങള്. അപ്പൊ ഫ്രൈഡേയിലെ വിവരങ്ങളായിരിക്കും ഏറ്റവും എവിടെ ഇരിക്കുന്നുണ്ടാവുക?
ബിഗിനിങ്ങിൽ ഇരിക്കുന്നുണ്ടാവാം അല്ലെ. അപ്പോ അങ്ങനെയാണല്ലോ, അങ്ങനെയാണ് വിവരങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ എൻട്രി ഇല്ല, അവിടെ നമ്മൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ഇനി ഡിസ്ചാർജ് സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അത് റീഓർഗനൈസ് ചെയ്യും. എങ്ങനെ റീഓർഗനൈസ് ചെയ്യും? ക്രോണോളജിക്കൽ ഓർഡറിൽ നമ്മൾ റീഓർഗനൈസ് ചെയ്യും എന്ന് പറഞ്ഞാല് കറക്റ്റ് ഡേറ്റ് അനുസരിച്ച്. അപ്പൊ ഡേറ്റ് അനുസരിച്ച് ഓർഡർ ചെയ്യുമ്പോൾ ആദ്യം നടന്നത് ഏത് ദിവസത്തെയാ? തിങ്കളാഴ്ച. അപ്പൊ നമ്മള് എൻട്രി ചെയ്യുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവരങ്ങളായിരിക്കും ബിഗിനിങ്. അപ്പൊ വെള്ളിയാഴ്ചത്തെ വിവരങ്ങളായിരിക്കും ഏറ്റവും ടോപ്പിൽ ഇരിക്കുന്നുണ്ടാവുക. ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വിവരങ്ങളൊന്നും മറയ്ക്കും, അതായത് ഒന്ന് റീഓർഗനൈസ് ചെയ്യും. എങ്ങനെ റീഓർഗനൈസ് ചെയ്യും? ഇൻ ദ സ്ട്രിക്റ്റ് ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ ഓർഡറിൽ റീഓർഗനൈസ് ചെയ്യും. അപ്പൊ കറക്റ്റ് ഡേറ്റ് അനുസരിച്ച് നമുക്ക് കിട്ടില്ലേ? അപ്പൊ ആദ്യം തിങ്കള്, പിന്നെ ചൊവ്വ അല്ലെ, അങ്ങനെയല്ലേ വരിക? റീഓർഗനൈസ് ചെയ്യും. ആദ്യം തിങ്കളാഴ്ചത്തെ വിവരങ്ങള്, പിന്നെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി. അപ്പൊ ശരിക്കും നമുക്ക് ആ അഡ്മിഷൻ തൊട്ട് ഡിസ്ചാർജ് വരെയുള്ള കാര്യങ്ങള് ഒരു ഫ്ലോയിൽ നമുക്ക് കറക്റ്റ് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? എന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. On the nursing station, the most current increase will be at the beginning of the record. Okay. On the discharge, it will be reorganized. എങ്ങനെ റീഓർഗനൈസ് ചെയ്യും? ക്രോണോളജിക്കൽ ഓർഡറിൽ റീഓർഗനൈസ് ചെയ്യും. So that the complete medical record reads from admission to discharge. Complete medical record നമുക്ക് admission to discharge എന്നുള്ള രീതിയിൽ ഒരു ഫ്ലോയിൽ നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും. മനസ്സിലായോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഓക്കെയാണോ? ശരി, നോക്കാം കേട്ടോ. സോ എ പേഷ്യന്റ് റെക്കോർഡ് മേ ഹാവ് ഹിസ്റ്ററി ആൻഡ് ഫിസിക്കൽ എക്സാമിനേഷൻ ഫോളോഡ് ബൈ എ പ്രോഗ്രസ് നോട്ട്, then a nurse's note, X-ray report, additional progress notes, consultation report and so on. ഇത് വേറൊന്നുമല്ല, അതത് ദിവസങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് വായിക്കാനും മനസ്സിലാക്കാനും ആയിട്ട് സാധിക്കും. ഇത്രയുള്ളൂ എന്ത്? ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്. ക്ലിയർ? ഇനി നമുക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും എന്താണെന്ന് നോക്കണം. ഓക്കെ, അഡ്വാൻറ്റേജ് എന്താ നോക്കാം കേട്ടോ. All information on a particular episode of care is together, thus giving an exact picture of the patient's illness and response to treatment. ഓക്കെ, അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണ്? നമ്മള് ഒരു പേഷ്യന്റിന് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന മുഴുവൻ പരിചരണങ്ങളും നമുക്ക് ഒരുമിച്ച് ലഭിക്കുകയാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിളിനകത്ത് ഒരു രോഗി, അതായത് തിങ്കളാഴ്ച അഡ്മിറ്റ് ചെയ്തു വെള്ളിയാഴ്ച ഡിസ്ചാർജ് ചെയ്ത ഒരു രോഗിയാണെങ്കിൽ ആ ഒരു രോഗി 5 ദിവസം അവരുടെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട് അല്ലെ. ആ ഒരു രോഗിയുടെ ആ പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ, ആ 5 ദിവസത്തെ അല്ല ആ 5 ദിവസത്തെ പരിചരണം നമുക്ക് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരുമിച്ച് ലഭിക്കുകയാണ് അല്ലെ. അങ്ങനെ ഒരുമിച്ച് ലഭിക്കുമ്പോൾ അതിന്റെ ഗുണം എന്താണ്? ദാറ്റ് ഗിവിംഗ് ആൻ എക്സാക്ട് പിക്ചർ ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. നമുക്ക് പേഷ്യന്റിന്റെ രോഗത്തെ പറ്റിയുള്ള ക്ലിയർ കട്ടായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് അതിൽ നിന്ന് കിട്ടും അല്ലെ. ആൻഡ് റെസ്പോൺസ് ടു ട്രീറ്റ്മെന്റ്, ഓരോ ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോഴും ആ ഒരു പേഷ്യന്റിന്റെ റെസ്പോൺസ്, ദാറ്റ് മീൻസ് പേഷ്യന്റിന്റെ ബോഡി ഏത് രീതിയിലാണ് അതിന് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത്, ബെറ്റർ ആയിട്ടാണോ അതോ മോശമായിട്ടാണോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എളുപ്പം എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ആ രോഗിക്ക് കൊടുത്ത പരിചരണത്തിന്റെ എല്ലാ വിവരങ്ങളും ഒരുമിച്ച് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ളൊരു രോഗത്തെ പറ്റി കൃത്യമായിട്ടുള്ളൊരു ഐഡിയ നമുക്ക് അതിലൂടെ ലഭിക്കുകയാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതേസമയം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മൾ സോഴ്സ് ഓറിയന്റഡ് ആയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ കിട്ടുമോ? ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയർ കിട്ടുമോ? നമുക്ക് ഇല്ല. പ്രോബ്ലത്തിലായത് നമുക്ക് കിട്ടില്ല, കാരണം ഓരോ പ്രോബ്ലത്തിനെ ബേസ് ചെയ്തിട്ടാണ് പരിഹാരം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ എപ്പിസോഡ് ഓഫ് കെയറിൽ എന്തൊക്കെ കാര്യങ്ങൾ ആ രോഗിയിൽ ചെയ്തിരുന്നു എന്നത് വിവരങ്ങൾ ഒരുമിച്ച് ലഭിക്കുന്നത് കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അതിലൂടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? എ പേഷ്യൻസ് പ്രോഗ്രസ് ക്യാൻ ബി ഡിസൈഡഡ് റാപ്പിഡ്ലി. നമുക്ക് ആ പേഷ്യന്റിന്റെ പ്രോഗ്രസ് വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് നമുക്ക് തീരുമാനിക്കാൻ അല്ലെങ്കിൽ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എന്താണ് ഡിസ്അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്? എന്താണ് ഇതിന്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് നോക്കിയേ. സിമിലർ ഇൻഫർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ്. അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. എന്താണ്? സിമിലർ ഇൻഫർമേഷൻ ഈസ് ഡിഫിക്കൽട്ട് ടു ബി കമ്പയർഡ്. നമുക്ക് ഒരേപോലെയുള്ള വിവരങ്ങള് കമ്പയർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഓക്കെ, കാര്യം എന്താണ്? ബിക്കോസ് ഓൾ റിപ്പോർട്ട്സ് ഓഫ് വൺ ടൈപ്പ് ആർ നോട്ട് ടുഗദർ ഇൻ ദ റെക്കോർഡ്. ഒരേ ടൈപ്പ് വിവരങ്ങൾ ഒരുമിച്ചല്ല റെക്കോർഡില്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പൊ നമുക്കൊരു ലാബ് റിപ്പോർട്ടുകൾ കമ്പയർ ചെയ്യുന്നെന്ന് വിചാരിക്കാം. ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച ഒരു ലാബ് ടെസ്റ്റ് ചെയ്തിരുന്നു എന്ന് വിചാരിക്കാം. രോഗിയുടെ ഒരു തിങ്കളാഴ്ച ലാബ് ടെസ്റ്റ് ചെയ്തിരുന്നു,
അപ്പൊ തിങ്കൾ എന്ന ഡേറ്റ് ഇട്ട് അന്നത്തെ ലാബ് ടെസ്റ്റും കാര്യങ്ങളും അതിന്റെ വിവരങ്ങൾ അന്നത്തെ ഡേറ്റിൽ അവർ എൻട്രി ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് പിന്നീട് വ്യാഴാഴ്ച ഇതേ ആൾക്ക് തന്നെ ഇതേ രോഗിക്ക് തന്നെ മറ്റൊരു ലാബ് ടെസ്റ്റ് ചെയ്തിരുന്നു. വ്യാഴാഴ്ച ചെയ്തിരുന്നു. അത് വ്യാഴാഴ്ചയുടെ ഡേറ്റിലായിരിക്കും എൻട്രി ചെയ്തിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് പെട്ടെന്ന് തോന്നാണ് ഈ രോഗിയുടെ ലാബ് റിസൾട്ടുകൾ തമ്മിൽ നമുക്ക് പെട്ടെന്ന് ഒരു കമ്പാരിസൺ വേണമെങ്കിൽ നമുക്കത് പെട്ടെന്ന് കമ്പയർ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടാണ്. കാര്യം ഒരെണ്ണം എടുക്കുന്നത് തിങ്കളാഴ്ചയിലും ഒരെണ്ണം വ്യാഴാഴ്ചയിലും നമുക്ക് എടുക്കുന്നത്. അപ്പൊ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതേസമയം നമ്മളിപ്പോ സോഴ്സ് ഓറിയന്റഡ് ആണെങ്കിൽ ലാബ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുമിച്ച് അതിൻ്റെ. അപ്പൊ നമുക്ക് ഏത് ദിവസത്തെ പെട്ടെന്ന് നമുക്ക് അപ്പൊ തന്നെ നോക്കി കമ്പയർ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ നമുക്കത് സാധിക്കില്ല. മനസ്സിലായോ പറഞ്ഞത്? അതാണ് കേട്ടോ. സിമിലർ ഇൻഫർമേഷൻ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയണേ, കമ്പയർ ചെയ്യാൻ പറ്റും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതായത് ഒരെണ്ണം എടുക്കുന്നത് തിങ്കളാഴ്ച ഒരെണ്ണം വ്യാഴാഴ്ച. നമ്മളിവിടെ ക്രോണോളജിക്കൽ ഓർഡറിലാണല്ലോ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. നമ്മൾ തിങ്കളാഴ്ച കഴിഞ്ഞ് പിന്നെ പേജ് മറിച്ച് വ്യാഴാഴ്ചയിൽ നോക്കുമ്പോഴാണ് നമുക്ക് ആ കമ്പാരിസൺ കിട്ടുള്ളൂ. അതേസമയം രണ്ട് വാല്യൂസ് അടുപ്പിച്ചെടുപ്പിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കമ്പയർ ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അത് ഇവിടെ സാധിക്കില്ല എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത് കേട്ടോ. Because all reports of one type are not together in the record. ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ്. അതായത് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ലെവൽസ് എന്താണ്? ഓൺലി വൺ ഇൻഡിവിജ്വൽ ക്യാൻ റെക്കോർഡ് അറ്റ് എ ടൈം. നമുക്കറിയാം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണ ഭക്ഷണത്തിന് മുൻപായിട്ട് എടുക്കുന്ന ടെസ്റ്റ് ആണ്, ഷുഗർ ടെസ്റ്റ് ആണ്. കൂടുതൽ ഒരു ഓവർനൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അതായത് ഓവർനൈറ്റ് കഴിഞ്ഞ് പുലർച്ചെ നമ്മള് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്ത് കൊടുക്കും? ബ്ലഡ് കൊടുത്തിട്ടാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് അതിന്റെ എക്സാമ്പിൾ പറയാൻ കാരണം, ഇപ്പൊ ഞാൻ പറയട്ടെ, തിങ്കളാഴ്ച അഡ്മിറ്റ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെന്ന് വിചാരിക്കുക. ചൊവ്വാഴ്ച പുലർച്ചെ ഇയാള് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ ടെസ്റ്റ് നടത്തി, ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുത്തിട്ടുണ്ട്. ചൊവ്വാഴ്ചത്തെ ഡേറ്റിൽ ആ വിവരങ്ങൾ എൻട്രി ചെയ്യും. ഇനി ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അന്ന് എടുക്കാൻ പറ്റും? അന്ന് എടുക്കാൻ പറ്റില്ല. പിന്നെ വേറെ അടുത്ത ദിവസമോ അല്ലെങ്കിൽ അതിന്റെ പിറ്റത്തെ ദിവസം അല്ലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അത് വേറെ ഡേറ്റില്ലെങ്കിൽ ആ വിവരങ്ങൾ വന്നിട്ട് എടുക്കാം. അങ്ങനെ വരുമ്പോ രണ്ട് വിവരങ്ങൾ ഒരുമിച്ച് നമുക്ക് എളുപ്പം കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ലേ? നേരത്തെ പറഞ്ഞ കാര്യം ആലോചിച്ചാൽ മതി, കാരണം ടെസ്റ്റിന്റെ കാര്യം ആലോചിച്ചാൽ മതി. ഒരെണ്ണം തിങ്കളാഴ്ച ചെയ്യണം, ഒരെണ്ണം വ്യാഴാഴ്ച ചെയ്യണം. പെട്ടെന്ന് നമുക്ക് കമ്പയർ ചെയ്യാൻ ഇവിടെ ബുദ്ധിമുട്ട് വരും. അതുപോലെ തന്നെ ഒരു സംഭവമാണ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ. അത് കാരണം ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമല്ലേ അത് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ മൺഡേ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൺഡേ പിന്നെ വേറെ നമുക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കാൻ പറ്റില്ല. പിന്നെ എടുക്കണമെങ്കിൽ മറ്റേതെങ്കിലും ദിവസങ്ങൾ എടുക്കണം. അപ്പൊ അത് അന്നത്തെ ദിവസത്തിലായിരിക്കും അത് എൻട്രി ചെയ്യാം. അപ്പൊ നമുക്ക് കമ്പാരിസൺ കുറച്ച് ബുദ്ധിമുട്ട് വരില്ലേ? അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ക്ലിയർ ആയോ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ ആണോ? ഓക്കെ. കുറച്ചു പേരൊക്കെ യെസ് പറയുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായോ? ആവണിക്കും അഫ്സാനൊക്കെ ഓക്കെയാണ്. എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ. എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പറയുന്നത് മനസ്സിലാവുന്നോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, ഇതോടുകൂടി നമ്മുടെ ഈ ഒരു ചാപ്റ്റർ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ മെഡിക്കൽ റെക്കോർഡ് നോക്കിയല്ലേ നിങ്ങൾക്ക്? മെഡിക്കൽ റെക്കോർഡിൽ നമ്മൾ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചല്ലേ? ഓക്കെ, മെഡിക്കൽ റെക്കോർഡ് എന്താണ്? അതൊരു ലീഗൽ റെക്കോർഡാണ്. അപ്പൊ മനസ്സിലാക്കി വെക്കുക കേട്ടോ. പിന്നെ ഒരു ഇൻപേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡിനകത്ത് ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡിൽ വരുന്ന പോളിസികൾ, പ്രൊസീജിയേഴ്സ് കേട്ടോ, അതൊക്കെ ഓർത്ത് വെക്കാം. പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ് എന്താണ്? പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന 6 ഡിജിറ്റ് നമ്പർ ആണ്, അതൊക്കെ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അതുപോലെ രജിസ്ട്രേഷൻ സംവിധാനങ്ങള്, കുറെ കാര്യങ്ങൾ നമ്മൾ തുടക്കം പറഞ്ഞില്ലേ, പോളിസീസ് ആൻഡ് പ്രൊസീജിയർ, അവിടെ ചെറിയ ചെറിയ പോയിന്റുകളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ കണ്ടന്റുകളെ പറ്റിയിട്ടാണ് പഠിച്ചത് കേട്ടോ. 2 കാറ്റഗറൈസ് ചെയ്താണ്. ഒന്ന് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റ കണ്ടന്റുകളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ക്ലിനിക്കൽ ഡാറ്റ, ക്ലിനിക്കൽ കണ്ടന്റുകളും ഉണ്ട് അറിയാം. പിന്നെ നമ്മള് എന്താ പറയാ, സ്റ്റോറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, നമ്പറിംഗ് ആൻഡ് ഫയലിംഗ് സിസ്റ്റം, 5 ടൈപ്പ് നമ്മൾ പറഞ്ഞു. മിഡിൽ ഡിജിറ്റ് ഫയലിംഗ്, ടെർമിനൽ ഡിജിറ്റ് ഫയലിംഗ്, സ്ട്രേറ്റ് ന്യൂമറിക് ഫയലിംഗ്, യൂണിറ്റ് നമ്പറിംഗ്, സീരിയൽ നമ്പറിംഗ്, അതൊക്കെ നോക്കി വെക്കുക കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു ഫോർമാറ്റ് ഓഫ് മെഡിക്കൽ റെക്കോർഡ് കേട്ടോ, SOMR, POMR, ഇന്റഗ്രേറ്റഡ് മെഡിക്കൽ റെക്കോർഡ്, അതിന്റെ അഡ്വാൻറ്റേജസും ഡിസ്അഡ്വാൻറ്റേജസും. ഇതിനെന്താണ് സോപ്പ്? സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമാറ്റ് തന്നെയാണ്. അത് POMR-നകത്ത് പ്രോഗ്രസ് നോട്ട് എഴുതുന്ന ഫോർമാറ്റ് ആണ് SOAP അഥവാ സോപ്പ് എന്ന് പറയുന്നത്. S എന്താണ്, O എന്താണ്, AP എന്താണ് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ക്ലിയർ അല്ലേ? ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. നമുക്ക് പുതിയൊരു ചാപ്റ്ററിലോട്ട് കടന്നാലോ? ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ. അപ്പൊ 3rd മൊഡ്യൂളിന് എനിക്ക് അസൈൻ ചെയ്ത് തന്ന ചാപ്റ്റേഴ്സുകൾ തീർന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് എടുത്തത് എനിക്ക് തോന്നുന്നു ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്, പബ്ലിക് റിലേഷൻ, എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ്,
then medical reports. ഈ ഒരു ചാപ്റ്റേഴ്സ് ആണ് ഞാൻ 3rd മൊഡ്യൂളിൽ എടുത്തത് കേട്ടോ. അപ്പൊ ഇനി നമുക്ക് 4th മൊഡ്യൂളിലേക്ക് കടക്കാം കേട്ടോ. നെക്സ്റ്റ് എന്റെ ചാപ്റ്റേഴ്സിൽ എടുക്കുന്നത് 4th മൊഡ്യൂളിലാണ്. 4th മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് കേട്ടോ. എന്താണെന്ന് അറിയോ? മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ഏത് ചാപ്റ്റർ ആണ്? മെഡിക്കൽ ഇൻഷുറൻസ്. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, ഇത് പേജ് നമ്പർ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അറിയുന്ന ഒരാൾക്ക് പേജ് നമ്പർ മെൻഷൻ ചെയ്യും. എല്ലാവർക്കും എടുത്തു വെക്കാൻ സൗകര്യമുണ്ട്. ഓക്കെ, വേറെ ടെക്സ്റ്റ് ബുക്കില് ഫസ്റ്റ് ഇതാണല്ലോ അല്ലെ. ചാപ്റ്റർ നമ്പർ 1 മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ. ഓക്കെ, മെഡിക്കൽ ഇൻഷുറൻസ് അത്യാവശ്യം വലിയൊരു ചാപ്റ്റർ ആണ്. പക്ഷെ വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ് കേട്ടോ. ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും, എളുപ്പമുള്ളൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നോക്കാം. നമുക്കറിയാം ഇൻഷുറൻസിനെ പറ്റിയിട്ട് പ്രത്യേകിച്ച് ഒരു ഹെൽത്ത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുത്തിട്ടുള്ള ആളുകൾ ആരൊക്കെയുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർ ആരൊക്കെയുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? ആരും എടുത്തിട്ടില്ലേ? ആവണി എടുത്തിട്ടുണ്ട് മെഡിക്കൽ. പിന്നെ വേറെ ആരും എടുത്തേക്കണേ? പ്രീതി എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ ആരെങ്കിലും എടുത്തിട്ടുണ്ടോ ഹെൽത്ത് ഇൻഷുറൻസ്? എപ്പോഴെങ്കിലും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ? ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്കറിയാലേ, നമ്മൾ എത്ര ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണെങ്കിൽ കൂടിയും നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. എത്ര അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ പോകുന്ന വഴി അറിയില്ല അല്ലെ. ഇപ്പൊ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് അങ്ങനെ, അല്ലാത്തവരുടെ കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിട്ട് നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ആണെങ്കിൽ നമ്മൾക്കൊക്കെ ചെറിയൊരു തുകയാണെങ്കിലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെക്കുന്നത് നല്ലതാണ് അല്ലെ. കാര്യം നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ നമുക്ക് അറിയില്ല. നമ്മുടെ ലൈഫിൽ എന്തൊക്കെയാണ് അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്തൊക്കെയാ വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ. അപ്പൊ പെട്ടെന്ന് ഉണ്ടാവുന്ന ഹെൽത്ത് പ്രോബ്ലംസുകളൊക്കെ, ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് അത് വളരെ നല്ലൊരു കാര്യമാണ്. നമ്മൾ ഈ ഒരു ചാപ്റ്ററിനെ പറ്റിയിട്ട്, ചാപ്റ്ററിലെ മെഡിക്കൽ ഇൻഷുറൻസിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് കേട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് എന്താണ്, അതിന്റെ കുറെ ടേംസുകളൊക്കെ നമുക്ക് പരിചയപ്പെടാനുണ്ട് കേട്ടോ. പിന്നെ അതുകൂടാതെ നമുക്ക് 3 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഇവിടെ വിശദമായിട്ട് പഠിക്കാനുണ്ട്. ESI പറ്റി പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ESI കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ്. അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസിൽ നമ്മൾ പറഞ്ഞു അതൊരു മെഡിക്കൽ പ്രൊഫഷണൽ ആക്ട് ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ESI ആക്ടിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ CGHS എന്ന് പറഞ്ഞിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി പഠിക്കാനുണ്ട്. പിന്നെ RSBY, രാഷ്ട്രീയ സ്വാസ്ഥ്യ ബീമാ യോജന, അതും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ ഗവൺമെന്റിന്റെ. ഈ 3 സ്കീമുകളെ പറ്റിയിട്ട് നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. പിന്നെ സാധാരണ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ക്ലെയിം പ്രോസസ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എളുപ്പമായിട്ടുള്ള, വളരെ എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. പ്രത്യേകിച്ച് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, തുടങ്ങുകയാണല്ലോ. ചാപ്റ്റർ നമ്പർ 1 മെഡിക്കൽ ഇൻഷുറൻസ്. അപ്പൊ ആദ്യം നമ്മൾ പരിചയപ്പെടുന്നത് കുറച്ച് ടേംസുകളാണ് കേട്ടോ. ടേംസുകള് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഈ ടേംസുകൾ ഇപ്പോഴേ തന്നെ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ച് മനസ്സിലാക്കി ഉറപ്പിച്ച് പോകണം കേട്ടോ. പിന്നീട് ഈ ടേംസുകൾ കേൾക്കുമ്പോൾ കൺഫ്യൂഷൻ വരരുത്. അത് ഇപ്പോഴേ തന്നെ പഠിച്ചു പോകും കേട്ടോ. നോക്കാം ടേംസ്. ഫസ്റ്റ് വൺ വരുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ്? അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് your medical expenses caused by diseases and accidents. Underline ചെയ്ത് വെക്കാം കേട്ടോ. എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? അസുഖം മൂലം, അല്ലെങ്കിൽ നമുക്ക് അപകടങ്ങൾ, ആക്സിഡന്റ് ഒക്കെ സംഭവിക്കുകയാണെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന മെഡിക്കൽ ചെലവുകളെ നിറവേറ്റാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അപ്പൊ എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. അപ്പൊ അതിന്റെ ഒരു ഡെഫിനിഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് മീൻസ് യുവർ മെഡിക്കൽ എക്സ്പെൻസസ് കോസ്ഡ് ബൈ ഡിസീസസ് ആൻഡ് ആക്സിഡൻസ് അല്ലെ. അസുഖം മൂലം, ആക്സിഡന്റ് മൂലം നമുക്ക് ഉണ്ടാകുന്ന മെഡിക്കൽ എക്സ്പെൻസുകളെ മീറ്റ് ചെയ്യാനായിട്ട് അല്ലെ, നിറവേറ്റുന്നതിനായിട്ട് നമ്മളെ സഹായിക്കുന്ന സംവിധാനമാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ആരാണ് ഇൻഷുർഡ്, ആരാണ് ഇൻഷുറഡ്? നമുക്ക് പലപ്പോഴും ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നേക്കാവുന്ന 2 ടേമുകളാണ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് ടേം നിങ്ങൾ പഠിച്ചു, നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ പഠിക്കുന്നത് അടുത്ത 2 ടേമുകളാണ്, ഇൻഷുർഡും ഇൻഷുററും. ആരാണ് ഇൻഷുർഡ്? ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? The insured is the person or business
that gets compensated if the loss occurs. Full stop ഇടാ ട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആണ് തോന്നുന്നത്. ഇതിൽ ചെറിയ നമ്മുടെ സ്ക്രീനിലെ PDF ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ടല്ലേ കിടക്കുന്നത്. ആരാണ് ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ is the person or business that gets compensated if the loss occurs. അതായത് നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്ത് വ്യക്തിയാവാം അല്ലെങ്കിൽ ഒരു ബിസിനസ് ആവാം, അതിനെയാണ് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയുന്നത്. INSURED ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞ ചുരുക്കി പറഞ്ഞ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം, പോളിസി ഹോൾഡർ ആണ് അല്ലെ. പോളിസി എടുത്തിട്ടുള്ള നമ്മളെ പോലെയുള്ള ആളുകളൊക്കെ ഇൻഷുർഡ് ആണ് അല്ലെ. പോളിസി ഹോൾഡേഴ്സിന് തന്നെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. അതായത് നഷ്ടം സംഭവിച്ചാൽ നമുക്കാണ് നഷ്ടം വരുന്നത് അല്ലെ. നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാല് നഷ്ടപരിഹാരം ലഭിക്കുന്ന വ്യക്തി അല്ലെ, ആ ബിസിനസ്, അവരെയാണ് നമ്മുടെ ഇൻഷുർഡ് അഥവാ പോളിസി ഹോൾഡർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്തത് ആരാണ് ഇൻഷുറർ എന്ന് പറഞ്ഞാല്? ഇൻഷുറർ INSURER. ഇൻഷുറർ എന്ന് പറഞ്ഞാൽ ആരാണ്? is the company that agrees to pay the compensation. നഷ്ടപരിഹാരം നൽകുന്ന അല്ലെ, നഷ്ടപരിഹാരത്തിനായിട്ടുള്ള പണം അത് നൽകുന്ന കമ്പനീസ്, ഇൻഷുറൻസ് കമ്പനി അല്ലെ, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻഷുറർ എന്ന് പറയുന്നത്. ഇൻഷുററിനോ ഇൻഷുറൻസ് കമ്പനിനോ ഇൻഷുറൻസ് പ്രൊവൈഡറിനോ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. എന്താണ് ഈ പറയുന്ന കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം കൊടുക്കുന്ന കമ്പനി, അവരെയാണ് നമ്മൾ ഇൻഷുറർ എന്ന് പറയുന്നത്. മാറിപ്പോകരുത് കേട്ടോ. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസി ഹോൾഡർ ആണ്. ഇൻഷുറർ എന്ന് പറഞ്ഞാല് അത് കമ്പനിയാണ്, ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ് കേട്ടോ, കമ്പനിയാണ്. ഓക്കെ, ക്ലിയർ ആയോ? ആദ്യത്തെ മൂന്നിലും ഓക്കെ അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ ഇൻഷുർഡ് എന്ന് പറയും, പോളിസി ഹോൾഡർ എന്ന് പറയും. ഇത് രണ്ടും ഒന്നാണ് കേട്ടോ. ഇൻഷുറർ എന്ന് കേട്ടാൽ നിങ്ങൾക്ക് ഓർക്കണം അത് കമ്പനിയാണ്, ഇൻഷുറൻസ് പ്രൊവൈഡർ ആണ്. ഓക്കെ, അടുത്തത് the money that is paid by the insured to the insurer is called premium. എന്താണ് പറയാ? പ്രീമിയം. അതായത് ഇൻഷുർഡ് ആയിട്ടുള്ള വ്യക്തി, അതായത് ഒരു പോളിസി ഹോൾഡർ അല്ലെ, ഒരു പോളിസി ഹോൾഡർ തന്റെ കമ്പനിക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയെയാണ് നമ്മൾ പ്രീമിയം എന്ന് പറയുന്നത്. നമ്മൾ പല ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കും അല്ലെ, അപ്പൊ നമ്മൾ മാസം പ്രീമിയം അടയ്ക്കണം, ചിലത് എവരി മന്ത് പ്രീമിയം അടയ്ക്കണം, ചിലത് 3 മാസം കൂടുമ്പോൾ പ്രീമിയം അടയ്ക്കണം. പല പ്ലാനുകൾക്ക് അനുസരിച്ച് വ്യത്യാസമുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പോളിസി ഹോൾഡേഴ്സ്, അതായത് ഇൻഷുർഡ്, ഇൻഷുറർക്ക് കമ്പനിക്ക് കൊടുക്കുന്ന ആ ഒരു നിശ്ചിത തുകയെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, പ്രീമിയം എന്ന് പറയുന്നത്. അടുത്തത് എന്താണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി? ഹെൽത്ത് ഇൻഷുറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലായി. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ആൻ എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ് ശരിക്കും പറഞ്ഞത്, കോൺട്രാക്ട് പോലെയാണ് കേട്ടോ. അപ്പൊ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഇസ് എൻ എഗ്രിമെന്റ്. ആർക്കിടയിലുള്ള എഗ്രിമെന്റ് ആണ്? ബിറ്റ്വീൻ ആൻ ഇൻഷുറർ ആൻഡ് ആൻ ഇൻഡിവിജ്വൽ ഓർ ഗ്രൂപ്പ് അല്ലെ. അതായത് ഒരു ഇൻഷുറർ കമ്പനിക്കും ഒരു പോളിസി ഹോൾഡർ, അതെ ഇൻഷുർഡ്, അവർക്കിടയിലുള്ള ഒരു എഗ്രിമെന്റ് ആണെന്ത് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഇനി എന്താണ് ആ എഗ്രിമെന്റിൽ പറയുന്നത്? in which the insurer agrees to provide specific health insurance cover at a particular premium. അതായത് ഇൻഷുറർ മീൻസ് കമ്പനി ഒരു നിശ്ചിത പ്രീമിയം തുകയില് എന്താണ് ഈ പറയുന്ന പോളിസി ഹോൾഡർക്ക് എന്ത് കൊടുക്കാൻ, ഒരു ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്നു എന്ന ഒരു എഗ്രിമെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ്. ആർക്കിടയിലുള്ള എഗ്രിമെന്റ് ആണ്? പോളിസി ഹോൾഡർക്കും കമ്പനിക്കും ഇടയിലുള്ള എഗ്രിമെന്റ് ആണ്. എന്താണ് എഗ്രിമെന്റിൽ പറയുന്നത്? കമ്പനി അല്ലെ, ഇൻഷുറർ കമ്പനി എന്താണ് ഒരു നിശ്ചിത പ്രീമിയം തുകയ്ക്ക് അവർക്കൊരു ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകിക്കൊള്ളാം എന്നുള്ള ഒരു എഗ്രിമെന്റ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? എത്ര ടേം പഠിച്ചു നമ്മള്? ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ്, ഇൻഷുറർ, പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി. 5 ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടു. 5 ടേംസുകൾ നോക്കിയാണോ നിങ്ങൾക്ക്? ഈ 5 ടേമുകൾ മാറിപ്പോകരുത് കേട്ടോ. ഇനി അടുത്ത ടേമാണ് ക്ലെയിം. നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു വാക്കാണ് അല്ലെ, ക്ലെയിം ചെയ്യാം. ക്ലെയിം ചെയ്യാൻ കാരണം എന്താണ്? നമ്മുടെ ആവശ്യം ഉന്നയിക്കുക അല്ലെ, നമ്മുടെ അവകാശം ഉന്നയിക്കുക, അത് തന്നെയാണ് ക്ലെയിം ഉദ്ദേശിക്കുന്നത്. A person's request for the payment by an insurer of a loss covered by a policy. ചുരുക്കി പറഞ്ഞാൽ ക്ലെയിം എന്ന് പറഞ്ഞാൽ എന്താണ്? A person's request for the payment is the requisition for the payment. നമുക്ക് പേയ്മെന്റ്, നഷ്ടപരിഹാരം
ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു അഭ്യർത്ഥന, അല്ലെങ്കിൽ ഒരു അവകാശവാദം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്ലെയിം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു, നമ്മൾ ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തു, നമുക്കൊരു ആക്സിഡന്റ് സംഭവിച്ചു, സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മുടെ കമ്പനിയോട് ക്ലെയിം ചെയ്യും, എനിക്ക് ഇന്ന ആക്സിഡന്റ് പറ്റി, പിന്നെ ഇന്ന നാശനഷ്ടങ്ങൾ ഉണ്ടായി, എനിക്ക് എന്ത് വേണം, കോമ്പൻസേഷൻ വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ നമ്മുടെ കമ്പനിയോട് ഇത് കൊടുക്കും, ക്ലെയിം ചെയ്യും അല്ലെ, അവകാശം ഉന്നയിക്കും, റിക്വസ്റ്റ് വെക്കും. അതാണ് ഇത് ക്ലെയിം എന്നത് ഉദ്ദേശിക്കുന്നത്, റിക്വസിഷൻ ഫ്രോം ദ ക്ലെയിംന്റ്. ഓക്കെ, ക്ലെയിം തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? ഫസ്റ്റ് പാർട്ടി ക്ലെയിമും ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട് കേട്ടോ. ഇതൊക്കെയാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിമും തേർഡ് പാർട്ടി ക്ലെയിമും. ആദ്യം നമുക്ക് നോക്കാം ഫസ്റ്റ് പാർട്ടി ക്ലെയിം. എന്താണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറഞ്ഞാല്? ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ക്ലെയിംസ് മെയ്ഡ് ടു യുവർ ഓൺ ഇൻഷുറൻസ് കമ്പനി. അതായത് ഒരു വ്യക്തി തന്റെ സ്വന്തം ഇൻഷുറൻസ് കമ്പനിയോട് എന്താണ് കോമ്പൻസേഷൻ ആയിട്ട് റിക്വസിഷൻ കൊടുക്കാണ്, അല്ലെങ്കിൽ അവകാശം ഉന്നയിക്കുന്നതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഒരു വ്യക്തി അയാള് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത കമ്പനിയോട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ പറയുന്ന നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം ഉന്നയിക്കുകയാണ്. അതാണ് ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ ഒരു അജിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയുണ്ട്, അദ്ദേഹം ഒരു ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം കാർ ഓടിച്ചു പോവുകയാണ്. കാർ ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിക്കുകയാണ്. ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ഇദ്ദേഹത്തിന് ചെറിയ പരിക്കുകൾ പറ്റി, കാറിലും ഒരുപാട് കേടുപാടുകൾ പറ്റി. അപ്പൊ അജിത്ത് എന്ത് ചെയ്യാണ്? ആക്സിഡന്റ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് അല്ലെ, അജിത്ത് എന്ത് ചെയ്യാണ്? തന്റെ കമ്പനിയോട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി, ഇതിന്റെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, അവകാശപ്പെട്ടുകൊണ്ട് ആ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് അവര് റിക്വസിഷൻ കൊടുക്കുകയാണ് അല്ലെ, അജിത്ത് സ്വന്തം തന്റെ ഇൻഷുറൻസ് കമ്പനിയോട്. അതാണ് ഇത് ഫസ്റ്റ് പാർട്ടി ക്ലെയിം. ഓക്കെ, അടുത്തത് എന്താണ്? തേർഡ് പാർട്ടി ക്ലെയിം. അതാണ് തേർഡ് പാർട്ടി ക്ലെയിം. എന്താണ് പ്രത്യേകത? Claims made by one person against another person's company. അതായത് തേർഡ് പാർട്ടിയാണ്, മൂന്നാമതൊരു വ്യക്തി മറ്റൊരാളുടെ ഇൻഷുറൻസ് കമ്പനിയോട് എന്താണ് നഷ്ടപരിഹാരത്തിനായിട്ടുള്ള ക്ലെയിം ഉന്നയിക്കുകയാണ്. അതാണ് ഇത് തേർഡ് പാർട്ടി ക്ലെയിം. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്ക് മാത്രമല്ലല്ലോ അപകടം പറ്റുന്നത്, നമ്മളുടെ അശ്രദ്ധ മൂലം അല്ലെങ്കിൽ നമ്മൾ മൂലം മറ്റൊരാൾക്കും ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കാം. അപ്പൊ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അജിത്ത് വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. ഓക്കെ, അജിത്ത് വണ്ടി ഓടിച്ചു പോയി, രമേശ് എന്ന് പറയുന്ന മറ്റൊരാളുടെ കാറുമായിട്ട് കൂട്ടിയിടിച്ചു എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ രമേശ് എന്ന് പറയുന്ന മൂന്നാമതൊരു വ്യക്തി എന്ത് ചെയ്യാണ്? അജിത്തിന്റെ കമ്പനിയോട് നഷ്ടപരിഹാരത്തിനായിട്ട് ക്ലെയിം ഉന്നയിക്കുകയാണ്. അതാണ് എന്ത് തേർഡ് പാർട്ടി ക്ലെയിം എന്ന് പറയുന്നത്. ഞാൻ എക്സാമ്പിളിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയോ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം എന്താണ്, തേർഡ് പാർട്ടി ക്ലെയിം എന്താണെന്ന് ഓക്കെയാണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എക്സ്ക്ലൂഷൻ അല്ലെ. എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ തന്നെ എക്സ്ക്ലൂഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കാൻ അർത്ഥം. എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ഒഴിവാക്കാൻ അർത്ഥം. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? അതായത് സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് സർക്കംസ്റ്റൻസസ് enlisted in the policy that are not covered by the policy. അതായത് നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പോൾ ആ പോളിസിയിൽ ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും. എല്ലാ പോളിസിക്കും ഉണ്ടാവും, അതിൻ്റെതായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാവും. അപ്പൊ അതിനകത്ത് ചില കണ്ടീഷൻസുകൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങൾക്ക് അവർ എന്ത് കൊടുക്കുന്നില്ല? ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല. അത്തരം സാഹചര്യങ്ങളെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടെ പറയാം, എക്സ്ക്ലൂഡ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ഒഴിവാക്കാണ്. അതായത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയില് അവര് പരിരക്ഷ കൊടുക്കാത്ത അല്ലെങ്കിൽ പരിരക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ചില സ്പെസിഫിക് ആയിട്ടുള്ള സാഹചര്യങ്ങള് അല്ലെങ്കിൽ റിസ്കുകള്, അതിനെയാണ് നമ്മൾ എക്സ്ക്ലൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ഓരോ പോളിസിക്ക് അനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. ഓരോ പോളിസിയുടെയും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് നോക്കണം. അതിൽ ചിലപ്പോൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും ഇന്ന കാര്യങ്ങൾക്ക് ഈ ഒരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മളൊരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കാന്ന് വിചാരിക്കും. ആ പോളിസി എടുത്തു കഴിഞ്ഞാല് അതിൽ ടേംസ് ആൻഡ് കണ്ടീഷനിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും ചിലപ്പോ. അതായത് നിങ്ങൾ ആത്മഹത്യ ചെയ്യോ അല്ലെങ്കിൽ സ്വയം ഉണ്ടാക്കുന്ന അപകടങ്ങൾക്കൊന്നും ഈ ഒരു ഇൻഷുറൻസ് കവറേജ് തരുന്നില്ല, അങ്ങനെ വേണമെങ്കിൽ അതിന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അല്ലാതെ ആക്സിഡന്റ് അല്ലാതെ സംഭവിക്കുന്ന അപകടങ്ങൾക്ക് ചിലപ്പോൾ അത് ഇൻഷുറൻസ് തരും. പക്ഷെ ആത്മഹത്യയോ അല്ലെങ്കിൽ സ്വമേധയോ ഉണ്ടാക്കുന്ന അപകടങ്ങൾക്ക് ഒരിക്കലും പരിരക്ഷ തരുന്നില്ല എന്ന് പറഞ്ഞ് അവര് എഴുതി വെക്കും.
അപ്പൊ അതൊരു എക്സ്ക്ലൂഷൻ ആണ്. അതായത് അവർ ഒഴിവാക്കുന്ന ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാത്ത ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് കേട്ടോ. അതിനെ നമുക്ക് ചില റിസ്ക് എന്ന് തന്നെ വിശേഷിപ്പിക്കാം. അങ്ങനെയുള്ളതിനെയാണ് എക്സ്ക്ലൂഷൻ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിബിലിറ്റി ഓഫ് എ ലോസ് ആണ്. അതായത് നമുക്ക് നഷ്ടം വരാൻ സാധ്യതയുള്ള എന്തും എന്താണ്? റിസ്ക് ആണ് അല്ലെ. നഷ്ടം വരുന്ന എന്തും എന്ത് തന്നെയാണ്? റിസ്ക് എന്നല്ലേ നമ്മൾ പറയാം. ഓക്കെ, ക്ലിയർ ആയോ? എക്സ്ക്ലൂഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ, ഇനി അടുത്തത് കേട്ടോ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ഹെൽത്ത് ഇൻഷുറൻസ് എന്താണ്, മെഡിക്ലെയിം ഇൻഷുറൻസ് എന്താണ്. രണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരുപോലെ ഫീൽ ചെയ്യും, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് കേട്ടോ. അതാണ് ആ വ്യത്യാസമാണ് നിങ്ങൾ അവിടെ മനസ്സിലാക്കേണ്ടത്. എഴുതിയിട്ടില്ല, മനസ്സിലാക്കുക. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് കേട്ട് കഴിഞ്ഞാലോ മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒന്നല്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിപ്പോവാം. ഓക്കെ, അപ്പൊ നോക്കാം. ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഹെൽത്ത് ഇൻഷുറൻസ് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ദാറ്റ് കവേഴ്സ് ദ കോസ്റ്റ് ഓഫ് എൻ ഇൻഷുർഡ് ഇൻഡിവിജ്വൽസ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അതായത് ഒരു വ്യക്തിയുടെ, അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള പോളിസി ഹോൾഡർ ആണ് അല്ലെ, ആ ഒരു വ്യക്തിയുടെ മെഡിക്കൽ ആൻഡ് സർജിക്കൽ എക്സ്പെൻസസ്, മെഡിക്കൽ ശസ്ത്രക്രിയാ ചെലവുകൾക്ക് പരിരക്ഷ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എന്താണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല്? മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് എ കവർ which looks after the hospitalization expenses based on the maximum sum insured of the insured with regard to the following situation. അതായത് ഇൻഷുർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയുടെ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ഓക്കെ, ഇൻഷുറൻസ് എടുത്ത വ്യക്തിയുടെ മാക്സിമം തുകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള ഹോസ്പിറ്റലൈസേഷൻ ചെലവുകള് അല്ലെ, ചെലവുകൾക്കുള്ള പരിരക്ഷ കൊടുക്കുന്ന എന്താണ് ഇൻഷുറൻസിനെയാണ് മെഡിക്ലെയിം ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിൽ ചില കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. എന്തൊക്കെ കണ്ടീഷൻസ് ആണ് നോക്കിയേ? വിത്ത് റിഗാർഡ് ടു ദ ഫോളോയിങ് സിറ്റുവേഷൻ. എന്തൊക്കെയാണ് സിറ്റുവേഷൻ? ഒന്ന്, ഇൻ ദ ഇവന്റ് ഓഫ് എ സഡൻ ഇല്ലനസ്. അപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വരികയാണ്. പെട്ടെന്ന് ഒരു അസുഖം വരുമ്പോൾ അതിനുള്ള ചെലവുകൾ. അതുപോലെ ഇൻ ദ ഇവന്റ് ഓഫ് ആൻ ആക്സിഡന്റ്, ആക്സിഡന്റ് സംഭവിക്കാം. അതും ഒരു ആകസ്മികമായിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് അല്ലെ. ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രതികൂല സംഭവങ്ങളുണ്ട്. പിന്നെ പറയുന്നത് ഇൻ കേസ് ഓഫ് എനി സർജറി റിക്വയർഡ് ഇൻ റെസ്പെക്ട് ഓഫ് എനി ഡിസീസ് വിച്ച് ഹാസ് അറൈസൺ ഡ്യൂറിംഗ് ദ പോളിസി പീരീഡ്. അതുകൂടാതെ നമ്മൾ പോളിസി എടുത്ത കാലയളവില് ഏതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് ശസ്ത്രക്രിയകൾ ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല്, അത് പോളിസി എടുക്കുന്ന കാലയളവില്, നമ്മൾ പോളിസി എടുത്തിട്ടുള്ള കാലയളവില് ഇതെന്തെങ്കിലും രോഗത്തോടനുബന്ധിച്ച് നമുക്കൊരു സർജറി ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാല് അത്തരം ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകളൊക്കെ കവർ ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കുന്നുണ്ട്? മെഡിക്ലെയിം ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നതാണ് ഇത് രണ്ടും സെയിം തന്നെയല്ലേ, എന്താണ് ഇതിലൊരു വ്യത്യാസം എന്ന് തോന്നാം. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അതായത് ഈ പറയുന്ന ഒരു വ്യക്തിയുടെ മെഡിക്കൽ സർജിക്കൽ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് കവറേജ് ആണ് ഹെൽത്ത് ഇൻഷുറൻസ്. ഈ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കുറെ കൂടെ ബ്രോഡർ ആയിട്ടുള്ള ഒരു കവറേജ് ആണ് തരുന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ബ്രോഡർ ആയിട്ടുള്ള കവറേജ് എന്ന് വെച്ചാൽ എന്താ? കുറെ കൂടെ വലുതായിട്ടുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷ എന്തിലൂടെ ലഭിക്കുന്നത്? ഹെൽത്ത് ഇൻഷുറൻസിലൂടെ നമുക്ക് ലഭിക്കുന്നത്. കാരണം അവിടെ പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും അവർ പറയുന്നില്ല. അതായത് മെഡിക്കൽ അതുപോലെ സർജിക്കൽ എക്സ്പെൻസസുകൾ വന്നു കഴിഞ്ഞാൽ അതൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. അവിടെ വല്ല പ്രത്യേകമായിട്ടൊരു കണ്ടീഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും അവർ പറയുന്നില്ല. അത് കുറച്ചും കൂടെ ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു കവറേജ് ആണ് തരുന്നത്. അതേസമയം നമ്മൾ രണ്ടാമത് പറഞ്ഞ മെഡിക്ലെയിം ഇൻഷുറൻസ് ഉണ്ട്. അതിൽ നമ്മൾ എങ്ങനെയാ പറഞ്ഞത്? ചില പ്രത്യേക സാഹചര്യങ്ങൾ, ഇപ്പൊ പെട്ടെന്ന് ഒരു അസുഖം വന്നാൽ, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ പോളിസി എടുത്ത സമയത്ത് ആ അസുഖത്തിനോടനുബന്ധിച്ച് ഒരു ഇമീഡിയറ്റ് ആയിട്ട് ഒരു സർജറി ആവശ്യമായിട്ട് വന്നാൽ, അങ്ങനെയുള്ള ചില സാഹചര്യങ്ങൾ വരുമ്പോൾ, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ അത്തരം ചെലവുകൾക്കുള്ള പരിരക്ഷ മാത്രമാണ് ഇതിലൂടെ കൊടുക്കുന്നത്, മെഡിക്ലെയിം ഇൻഷുറൻസിൽ കൊടുക്കുന്നത്. അതായത് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുക ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ. അല്ലാണ്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസോ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസോ അതൊന്നും ഏതിൽ നമുക്ക് ലഭിക്കുന്നില്ല, മെഡിക്ലെയിം ഇൻഷുറൻസിനകത്ത് ലഭിക്കുന്നില്ല. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുകയാണ്, ഈ സാഹചര്യങ്ങളിലൊക്കെ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടാൽ അതിനുള്ള ചെലവ് കിട്ടും.
അല്ലാതെ പ്രീ ഹോസ്പിറ്റലൈസേഷനോ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനോ ചെലവുകളൊന്നും അവർക്ക് കിട്ടില്ല. അതേസമയം ഹെൽത്ത് ഇൻഷുറൻസ് അങ്ങനെയല്ല, അവിടെ എല്ലാ ഇൻഷുറൻസ് കവറേജും കിട്ടും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ ലഭിക്കും, അതുപോലെ ഡ്യൂറിംഗ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് ലഭിക്കും, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും ലഭിക്കും. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. ക്ലിയർ ആയ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കേട്ടോ. ഇത്രയും ടേംസുകളാണ് നമുക്ക് ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ ടേംസുകളെല്ലാം നിങ്ങൾക്ക് ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഹെൽത്ത് ഇൻഷുറൻസ്, ഇൻഷുർഡ് ആരാണ്, ഇൻഷുറർ ആരാണ്, എന്താണ് പ്രീമിയം, ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ക്ലെയിം, ഫസ്റ്റ് പാർട്ടി ക്ലെയിം, തേർഡ് പാർട്ടി ക്ലെയിം, ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്ലെയിം ഇൻഷുറൻസ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഇൻഷുറൻസ് ഫേംസ് ഇൻ ഇന്ത്യ കേട്ടോ. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ചില ഇൻഷുറൻസ് ഫേംസുകളാണ് കേട്ടോ, മേജർ വൺസ് ആണ് കേട്ടോ. ഏറ്റവും മേജർ ആയിട്ടുള്ള ചില ഇൻഷുറൻസ് ഫേംസുകളാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. അതൊന്നും അങ്ങനെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയില്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. അവൈവ ലൈഫ് ഇൻഷുറൻസ്, ബജാജ് അലയൻസ്, ഭാരതി എയ്ഡ്സ്, ICICI Prudential, മാക്സ് ന്യൂയോർക്ക്, മെറ്റ് ലൈഫ് ഇന്ത്യ. മെറ്റ് ലൈഫ് ഇന്ത്യയൊക്കെ ചിലപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിൽ ഇനിയുണ്ട് കേട്ടോ. ഒരുപാട് ഇൻഷുറൻസ് ഫേംസ് ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും മേജർ ആയിട്ടുള്ള കുറച്ച് ഇൻഷുറൻസ് ഫേംസുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് അഡ്വാൻറ്റേജസ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഇനി ഇങ്ങനെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? എന്തൊക്കെ പ്രയോജനങ്ങൾ ഉണ്ട്, എന്തൊക്കെയായിരിക്കും? ഒന്ന് നോക്കിയേ. ഡയറക്റ്റ് ഔട്ട് ഓഫ് പോക്കറ്റ് പേയ്മെന്റ്സ് റിസൾട്ട് ഇൻ എ ഫിനാൻഷ്യൽ ക്രൈസിസ് അസസിംഗ് ഹെൽത്ത് കെയർ, അല്ലെ? അസസിംഗ് അല്ല, ആക്സസിംഗ് ഹെൽത്ത് കെയർ കേട്ടോ. അതായത് നമുക്കറിയാം, നമുക്കൊരു ആരോഗ്യ പരിചരണം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്ത് പൈസ കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം സാമ്പത്തിക പ്രതിസന്ധി വരുത്തും, അല്ലെ? പെട്ടെന്ന് ഒരു അസുഖം വന്നു, നമ്മൾ ഇൻഷുറൻസ് എടുത്തിട്ടില്ല, ഒന്നും എടുത്തിട്ടില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പൈസ എടുത്ത് കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലെ? അത് നമ്മളെ ഫിനാൻഷ്യൽ ക്രൈസിസിലോട്ട് നയിക്കും. അപ്പൊ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് എ പുവർ പേഷ്യന്റ് ടു ആക്സസ് ഹൈലി കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ്. അപ്പോ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പരിരക്ഷകള്, കവറേജുകള് അത് ഏതൊരു പാവപ്പെട്ട രോഗികൾക്കും, അതും ഏറ്റവും ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള, ഏറ്റവും ഉയർന്ന ഹൈ കോസ്റ്റ്ലി ആയിട്ടുള്ള ആരോഗ്യ പരിചരണം ലഭിക്കാനായിട്ട് അവരെ സഹായിക്കുന്നുണ്ട്. നമുക്കറിയാലോ, ചിന്തിച്ചാൽ തന്നെ അറിയാം, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഒരുപാട് നല്ലതാണ്, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് നേരിട്ട് പൈസ എടുത്ത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കും. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ഇതാണ്. കോസ്റ്റ്ലി ഹെൽത്ത് കെയർ സർവീസസ് ക്യാൻ സെൻഡ് ഫാമിലീസ് ടു പോവർട്ടി. അറിയാലോ, വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഹെൽത്ത് കെയർ സേവനങ്ങള് ഫാമിലിയെ വളരെ ദാരിദ്ര്യത്തിലൂടെ നയിക്കും, അല്ലെ? മെഡിക്കൽ ഇൻഷുറൻസ് ക്യാൻ അവോയ്ഡ് ദിസ് സിറ്റുവേഷൻ. ദി സെയിം പോയിന്റ് തന്നെയാണ് മെഡിക്കൽ ഇൻഷുറൻസിന് അങ്ങനെയുള്ള സാഹചര്യത്തിനെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് നോക്കിയേ. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് പെർമിറ്റ്സ് പേഷ്യൻസ് ഫോർ നെഗോഷിയേഷൻ. മെഡിക്കൽ ഇൻഷുറൻസ് കവറേജുകള് രോഗികളെ എന്തിനനുവദിക്കുന്നുണ്ട്? നെഗോഷിയേഷൻ അനുവദിക്കുന്നുണ്ട്. എന്താണ് ഈ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാല്? നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഡിസ്കസ് എന്നാണ് അർത്ഥം, ചർച്ചയാണ്. അതായത് ഇവിടെ ഉദ്ദേശിക്കുന്ന അർത്ഥം എന്താണ്? ഇപ്പൊ നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്, നമുക്കൊരു അസുഖം വന്നു, അത്യാവശ്യം ഒരു സർജറി ആവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ്. ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഡോക്ടർ നോക്കുന്നു, ഡോക്ടർ നമ്മളോട് സജസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് സർജറി വേണ്ടി വരും എന്ന് സജസ്റ്റ് ചെയ്യാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ആ സർജറിക്ക് അത്യാവശ്യം നല്ലൊരു എക്സ്പെൻസ് വരും. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അപ്പൊ നമുക്കൊരു കോൺഫിഡന്റ് ആണ്, അല്ലെ? ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹോസ്പിറ്റലുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. അവരുമായിട്ട് നമുക്ക് കുറെ കൂടെ കോൺഫിഡന്റ് ആയിട്ട് അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ സാധിക്കും. കാരണം നമ്മുടെ കയ്യിൽ ഇൻഷുറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കും, സർജറി ഒക്കെ പറയുമ്പോൾ ഇൻഷുറൻസ് ഉണ്ടോ എന്നൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട്, അല്ലെ? അപ്പോ അങ്ങനെ ഒരു ഇൻഷുറൻസ് കവറേജ് എന്ന് പറഞ്ഞാൽ അത് രോഗികൾക്ക് ഒരു ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ്, അല്ലെ? അവർക്ക് അത് ആരോഗ്യ പരിചരണം അല്ലെങ്കിൽ അവരുടെ കെയർ മാനേജ് ചെയ്യാനും ട്രീറ്റ്മെന്റ് ഒക്കെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലുമായിട്ട് അവിടുത്തെ ഹെൽത്ത് കെയർ പ്രൊഫഷണലുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നെഗോഷിയേറ്റ് അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, കാരണം അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ മെഡിക്കൽ ഇൻഷുറൻസ് കവറേജ് ഫോർ നെഗോഷിയേഷൻ. അടുത്തത് എന്താണ്? ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊട്ടക്ട്സ് യു
ഫ്രം ഹൈ അൺഎക്സ്പെക്ടഡ് കോസ്റ്റ്. അറിയാലോ, ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന ആകസ്മികമായിട്ടുണ്ടാവുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ചെലവുകളിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് അല്ലെ, നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് അൺഎക്സ്പെക്ടഡ് കോസ്റ്റ് ആണ് എപ്പോഴാണ് വരിക, അസുഖം വരുമ്പോഴാണ്, അസുഖമോ ആക്സിഡന്റ് ഒക്കെ വരുമ്പോഴാണല്ലേ ആകസ്മികമായിട്ടുള്ള ചെലവുകൾ നമുക്ക് വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ചെലവുകളിൽ നിന്നും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ആരാണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഓക്കെ, അടുത്ത പോയിന്റ് എന്താണ്, ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ. എന്താണ് ക്വാളിറ്റി ട്രീറ്റ്മെന്റ് വിൽ ബി മെയ്ഡ് അഫോർഡബിൾ, അതായത് ഏറ്റവും ഗുണനിലവാരമുള്ള എന്താ പറയുക ചികിത്സകള് അത് എല്ലാവർക്കും അഫോർഡബിൾ ആക്കുന്നു. എന്ന് വെച്ചാൽ ഏതൊരു സാധാരണക്കാരനും അഫോർഡബിൾ ആകുന്ന രീതിയിൽ ആ ഒരു ട്രീറ്റ്മെന്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. കാര്യം ഇവിടെ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ അതൊരു വ്യത്യാസമൊന്നും വരില്ല. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഏത് സാധാരണക്കാർക്കും ഏറ്റവും നല്ല പരിചരണങ്ങൾ അവർക്ക് അഫോർഡബിൾ ആണ്, അവർക്കത് താങ്ങാനായിട്ട് സാധിക്കും. എന്തുണ്ടെങ്കിൽ ഇൻഷുറൻസ് സപ്പോർട്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്താണ് പറയുന്നത്, ടാക്സ് ബെനിഫിറ്റ്. നികുതി ആനുകൂല്യം ലഭിക്കും. ഈ ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ലഭിക്കും, നികുതി ആനുകൂല്യം ലഭിക്കും. അത് ഈ പറയുന്ന നമ്മുടെ ടാക്സിന്റെ 80D എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ട്. ആ സെക്ഷൻ പ്രകാരം നമുക്ക് നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗവൺമെന്റിലേക്ക് അടയ്ക്കുന്ന ടാക്സിന് നമുക്ക് എന്ത് കിട്ടും, ഇളവ് ലഭിക്കും. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അത് വേറൊന്നുമല്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. അതായത് ഇപ്പൊ ഒരു വാർഷിക വരുമാനം 5 ലക്ഷം, വാർഷിക വരുമാനം അവിടെ നിൽക്കട്ടെ, ഒരു ഞാൻ പറയട്ടെ ഒരു 10,000 രൂപ, ഓക്കെ, 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതൊന്ന് അസ്യൂം ചെയ്യാം കേട്ടോ. 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോ നിങ്ങളുടെ വാർഷിക വരുമാനം ഏകദേശം 5 ലക്ഷം രൂപയാണ് കേട്ടോ. വാർഷിക വരുമാനം 5 ലക്ഷം രൂപയാണെന്ന് വിചാരിക്കാം. സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ടാക്സ് അടയ്ക്കേണ്ടി വരും. വാർഷിക വരുമാനം 5 ലക്ഷം ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് അടയ്ക്കേണ്ടി വരും, ഗവൺമെന്റിലോട്ട് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരും. പക്ഷേ നിങ്ങൾ ഈ 10,000 രൂപ പ്രീമിയം അടയ്ക്കുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉടമയാണ്, നിങ്ങളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ 10,000 രൂപ കഴിച്ച് 10,000 രൂപ കഴിച്ച്, അതായത് 5 ലക്ഷത്തിനാണ് നിങ്ങൾക്ക് ടാക്സ് അടയ്ക്കേണ്ടത്. അതിനകത്തൊരു 10,000 രൂപ കഴിച്ച് 4,90,000 രൂപയ്ക്കുള്ള ടാക്സ് നിങ്ങൾ അടച്ചാൽ മതി. മനസ്സിലായോ പറഞ്ഞത്? 4,90,000 രൂപയുടെ വരാം, അതിനുള്ള ടാക്സ് നിങ്ങൾ അടച്ചാൽ മതി. 5 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട. അതിന് 10,000 രൂപയുടെ ഇൻഷുറൻസ് പോളിസി നിങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പൊ 10,000 കഴിച്ച് 4,90,000 രൂപയ്ക്കുള്ള ടാക്സ് നിങ്ങൾ പേ ചെയ്താൽ മതിയാകും. അവിടെ ഒരു നികുതി ഉള്ളത് ലഭിക്കില്ലേ? അത് ഒരു ടാക്സിലെ 80D എന്ന് പറയുന്ന ഒരു സെക്ഷൻ പ്രകാരം അങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തവർക്ക് എന്ത് കിട്ടുന്നുണ്ട്, ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? പറഞ്ഞാൽ മനസ്സിലായോ ടാക്സ് ബെനിഫിറ്റ് കിട്ടുന്നുള്ളത്? അപ്പൊ ഇത്രയുമാണ് അതിന്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എക്സ്പെൻസസ് കവേർഡ് ബൈ ദ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഇനി നമ്മൾ ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ എന്തൊക്കെയാണ്? പൊതുവെ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അതെന്ന് പറയാണ് പല പല പോളിസികളുണ്ട് കേട്ടോ. എല്ലാം ഒരേ ടൈപ്പ് അല്ല. ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ടൈപ്പ് ഓഫ് പോളിസികൾ ഉണ്ടായിരിക്കും. അത് ആ കമ്പനിയായിട്ട് ഡീൽ ചെയ്യുമ്പോഴേ അറിയാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, എന്നിരുന്നാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകള്, ചെലവുകള് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഒന്നാമത്തത്, ഈച്ച് ഇൻഷുറൻസ് കമ്പനി പ്രൊവൈഡ്സ് പ്ലാൻസ് ദാറ്റ് കവർ വാരിയസ് എക്സ്പെൻസസ്. ഓരോ ഇൻഷുറൻസ് കമ്പനിയും പലതരത്തിലുള്ള പ്ലാനുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പല രീതിയിലുള്ള എക്സ്പെൻസുകൾ കവർ ചെയ്യുന്ന പല ടൈപ്പ് ഓഫ് പ്ലാനുകളാണ് ഓരോ ഇൻഷുറൻസ് കമ്പനികളും പ്രൊവൈഡ് ചെയ്യുന്നത്. Some of the standard health expenses covered are the following. എന്നാലും പൊതുവെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന് കവർ ചെയ്തു പോകുന്ന ഹെൽത്ത് എക്സ്പെൻസസ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ചില ഹെൽത്ത് എക്സ്പെൻസസിന്റെ എന്തൊക്കെയാണെന്നാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ആദ്യം നിങ്ങൾ പോയിന്റുകൾ പഠിച്ചു വെക്കാം. പ്രധാനമായിട്ടും 7 പോയിന്റുകളാണ് നിങ്ങൾക്ക് വരുന്നത് കേട്ടോ. ഫസ്റ്റ് വൺ, ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ. സെക്കൻഡ് വൺ, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. തേർഡ് വൺ, post hospitalization expenses. Fourth one, ambulance charges. Fifth one, day care treatment. Sixth, day-to-day hospital cash. Seventh, income benefit. കിട്ടിയോ? അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന ചെലവുകൾ എന്തൊക്കെയാണ്? ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്,
അതായത് ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്, ആംബുലൻസ് ചാർജസ്, ഡേ കെയർ ട്രീറ്റ്മെന്റ്, ഡേ ടു ഡേ ക്യാഷ്, പിന്നെ എന്താണ് ഫാമിലി അതായത് ഇൻകം ബെനിഫിറ്റ്. ഇത്രയുമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പൊതുവെ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസസുകൾ. ഇനി ഓരോന്നും എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കേട്ടോ. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് വരുന്ന ചെലവുകളാണ് അല്ലെ, അതിനുള്ള പരിരക്ഷ നോക്കാം. ഇൻ കേസ് ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ഡ്യൂ ടു an injury or illness and it is covered in your health insurance plan, the hospitalization expense will be met by the insurance. ഇൻപേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ ഒരു ഇഞ്ചുറിയോ ഒരു മുറിവോ അല്ലെങ്കിൽ നമുക്ക് അസുഖമോ മൂലം ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുമ്പോൾ നമ്മുടെ പ്ലാൻ പ്രകാരം നമുക്ക് പല ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസും അതിലൂടെ ലഭിക്കും. എന്തൊക്കെ ലഭിക്കും? റൂം റെന്റ്, ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടാൽ നമുക്ക് റൂം റെന്റ് കൊടുക്കണല്ലോ, അതൊക്കെ നമുക്ക് ഇൻഷുറൻസിൽ കിട്ടും കേട്ടോ. റൂം റെന്റ്, അതുപോലെ തന്നെ നഴ്സിംഗ് എക്സ്പെൻസസ്. ഓക്കെ, നഴ്സിംഗ് എക്സ്പെൻസസ്, ICU ചാർജസ്, നമ്മൾ ICUയിൽ എങ്ങാനും കിടക്കുന്നുണ്ടെങ്കിൽ ICU ചാർജസ്, പിന്നെ ഡോക്ടർ കൺസൾട്ടേഷൻ ചാർജസ്, സർജറി, അതർ കോസ്റ്റ് ലൈക്ക് സർജിക്കൽ ടൂൾസ്, ഡയഗ്നോസ്റ്റിക് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പൊ മറ്റുള്ള കോസ്റ്റ് എന്ന് വെച്ചാൽ സർജിക്കൽ ടൂൾസുകൾ വാങ്ങാൻ അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ടെസ്റ്റുകൾക്ക് വേണ്ടി മെറ്റീരിയൽസും മറ്റു വാങ്ങുന്നതിനൊക്കെയുള്ള ചെലവുകൾ ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. ഇൻ പേഷ്യന്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസിലൂടെ ലഭിക്കുന്നുണ്ട്. ക്ലിയർ ആയല്ലോ? വേറൊന്നുമില്ല, ആക്സിഡന്റോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ മൂലം അസുഖമോ മൂലം നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെട്ടാൽ അവിടെ വരുന്ന ചെലവുകൾക്കുണ്ട് കവറേജ് ലഭിക്കുന്നത്. എന്തൊക്കെ ചെലവുകളാണ്? റൂം റെന്റ്, നഴ്സിംഗ് എക്സ്പെൻസ്, ICU ചാർജ്, ഡോക്ടർ കൺസൾട്ടേഷൻ, സർജറി, അങ്ങനെയുള്ളതിനൊക്കെ കവറേജ് ലഭിക്കുന്നുണ്ട്. അടുത്തത് എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ്. ആ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പ്രീ ഹോസ്പിറ്റലൈസേഷൻ പറഞ്ഞാൽ എന്താണ്? ഹോസ്പിറ്റലൈസേഷന് മുൻപായിട്ട് വരുന്ന ചെലവുകൾ അല്ലെ, മുൻപായിട്ട് വരുന്ന ചെലവുകൾ നോക്കാം. ഓൾ മെഡിക്കൽ എക്സ്പെൻസസ് ഇൻകേർഡ് ബിഫോർ ദ പേഷ്യന്റ് ഈസ് ഹോസ്പിറ്റലൈസ്ഡ് അപ് ടു എ പീരീഡ് സ്പെസിഫൈഡ് in the year are covered in the insurance plan. അപ്പൊ നമ്മൾ ഒരു രോഗി ഹോസ്പിറ്റലൈസ് ചെയ്യുന്നതിന് മുൻപായിട്ട് അവർക്ക് വരുന്ന മെഡിക്കൽ എക്സ്പെൻസ്, അപ്പൊ നമ്മൾ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് മാത്രമല്ല, അതിനിടയ്ക്ക് നമുക്ക് അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇടയ്ക്ക് ഡോക്ടറെ കാണുന്നുണ്ടാവും, ചെക്കപ്പുകൾ നടത്തുന്നുണ്ടാവും, ചിലപ്പോൾ വല്ല കുഞ്ഞു കുഞ്ഞു മൈനർ സർജറികൾ വല്ലതും നമ്മൾ നടത്തുന്നുണ്ടാവും അല്ലെ, അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താണ്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ്. ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്നതിന് മുൻപ് നമുക്ക് വേണ്ടി വരുന്ന ചില എക്സ്പെൻസ് ആണ്. അതും ഒരു പ്രത്യേക കാലയളവ് ഒരു ലഭിക്കുള്ളൂ കേട്ടോ, മുഴുവൻ കാലയളവൊന്നും ലഭിക്കില്ല. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് നഷ്ടം വരും. ഒരു പ്രത്യേക, അതായത് അവിടെ പറയുന്ന പീരീഡ് സ്പെസിഫൈഡ് ആയിരുന്നു, നിശ്ചിത കാലയളവ് വരെ എന്താണ് നമുക്ക് അതിനുള്ള ചെലവുകൾ പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ ലഭിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നുണ്ട്? പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തുന്നുണ്ട്? ദീസ് കൺസിസ്റ്റ് ഓഫ് ഡോക്ടർ കൺസൾട്ടേഷൻ അല്ലെ, നമ്മൾ ഇടയ്ക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യുന്ന നിർബന്ധമില്ലല്ലോ, ഇടയ്ക്ക് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ഡോക്ടർ കൺസൾട്ട് ചെയ്യുന്നുണ്ടാവാം അല്ലെ, ഡോക്ടർ കൺസൾട്ടേഷൻസ്, പിന്നെ മെഡിക്കൽ ഇൻവെസ്റ്റിഗേഷൻസ്, എന്തെങ്കിലും മെഡിക്കൽ പരിശോധനകൾ, ഡയഗ്നോസ്റ്റിക് പരിശോധനകൾ നടത്തുന്നുണ്ടെങ്കിൽ, അതുപോലെ പ്രൈമറി പ്രൊസീജിയേഴ്സ്, പ്രാഥമികമായിട്ടുള്ള ചില നടപടികളുണ്ടായിട്ട്, പ്രിവെന്റീവ് സർജറീസ്, അതായത് നമ്മൾ പ്രിവെന്റീവ് അസുഖം വരാതിരിക്കുന്നതിന് നടത്തുന്ന ചില സർജറീസ്, വളരെ മൈനർ ആയിട്ടുള്ള, ഇപ്പൊ മൂക്കിലെ ദശ കളയുക അല്ലെങ്കിൽ വല്ല എന്താ പറയാ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ വളരെ മൈനർ ആയിട്ടുള്ള ചില പ്രിവെന്റീവ് സർജറികളൊക്കെ ചെയ്യാം. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, രോഗനിർണയ പരിശോധനകള്, മെഡിസിൻസ്, അങ്ങനെ ഒരു ഹോസ്പിറ്റലൈസേഷന് മുമ്പുള്ള ഇത്തരം പ്രീ ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസുകൾ മീറ്റ് ചെയ്യാനായിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? ഹെൽത്ത് ഇൻഷുറൻസ് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ? എന്തായിരിക്കും? ഹോസ്പിറ്റലൈസ് ചെയ്തതിന് ശേഷം, ഡിസ്ചാർജ് ചെയ്തതിന് ശേഷം വരുന്ന ഹോസ്പിറ്റലൈസേഷൻ ചെലവുകൾക്കുള്ള പരിരക്ഷ ഉറപ്പുവരുത്തുന്നു. ഓക്കെ, ഇത്രയും മതി കേട്ടോ. അൺമ്യൂട്ട് ചെയ്യാണ് കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇത്രയും ഭാഗങ്ങളൊക്കെ വായിക്കാം, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്തു.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.